പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാകുന്നതിനിടെ തന്നെ ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. യുഎസുമായി സമാധാന ചർച്ചകളിലേക്ക് ഇറാൻ ഉടൻ മടങ്ങിയില്ല എങ്കിൽ അടുത്ത ആഴ്ച മുതൽ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങളും വളരെ പ്രധാനപ്പെട്ട പാലങ്ങളും വരെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുമെന്നതാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നാളെ രാത്രിയും അതിനടുത്ത രാത്രിയും ആക്രമണം തുടരും. അടുത്തയാഴ്ച മുതൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെ തന്നെ ഞങ്ങളുടെ ലക്ഷ്യമാകുമെന്നതാണ് ഇവിടെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഇറാന് ശക്തമായ ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇനിയും ഈ ഒരു ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ, തങ്ങൾക്ക് വഴങ്ങിയില്ല എങ്കിൽ വീണ്ടും ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്നതാണ്. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ല എങ്കിൽ രാജ്യത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും നേരത്തെ യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി തന്നെ പ്രഖ്യാപിച്ച ട്രംപ് ആകട്ടെ അതിനുശേഷം അമേരിക്കൻ സൈനിക നടപടികൾ ഇവിടെ ശക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ പ്രസ്താവനയോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നുവെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. അതേസമയം വരും ദിവസങ്ങളിൽ ചർച്ചകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ ഇറാന് എതിരെയുള്ള വ്യോമാക്രമണം കടുപ്പിക്കുമെന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അടുത്തയാഴ്ച കാര്യങ്ങൾ കൂടുതലായി തന്നെ ദോഷകരമായി തന്നെ ഭവിക്കും. കാരണം അടുത്തയാഴ്ച മുതൽ പവർ പ്ലാന്റുകളെയും പാലങ്ങളെയും ആയിരിക്കും കൂടുതലായി തന്നെ ലക്ഷ്യം വെക്കുക. അതുമാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്, സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുഎസും ഇറാനും നേരത്തെ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെ തന്നെ ഇറാനിയൻ യുഎസ് സൈനിക ആക്രമണം തുടരുകയാണെന്നും ഇതിനിടയിലാണ് ട്രംപ് ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. യുഎസിന്റെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ ഇപ്പോഴും അവിടെ ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമെന്നതാണ് ഇറാൻ നിർത്താതെ തന്നെ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകില്ലെന്ന നിലപാടിൽ എടുത്തു പറഞ്ഞു. മറ്റൊരു കാര്യം, ഇറാനിലെ സൈനിക നീക്കം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന ചോദ്യത്തിന് താൻ മറ്റൊരു തീരുമാനം എടുക്കുന്നത് വരെ ആക്രമണം തുടരുമെന്നതാണ് യുഎസ് പ്രസിഡന്റ് മറുപടി നൽകിയതും. ഇറാനിലേക്ക് യുഎസ് കരസേനയെ അയക്കുന്ന കാര്യം പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ കരസേനാ നീക്കം ആവശ്യമായി വരുമെന്നതാണ് ട്രംപ് പറഞ്ഞത്. യുഎസുമായി കരാറിലെത്താൻ ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. ഒരു കരാറിൽ എത്തുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കൂടെ ആരും ബാക്കിയുണ്ടാകില്ല എന്നതാണ് ട്രംപിന്റെ ഭീഷണി. വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇറാൻ എത്രയും വേഗം തന്നെ ചർച്ചയ്ക്ക് അവിടെ തയ്യാറാകണമെന്നും തന്റെ ഈ മുന്നറിയിപ്പ് യുഎസ് ഇറാൻ പ്രതിനിധികളുടെ ചർച്ചയിൽ അവിടെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതത്തിന്മേൽ നാവിക ഉപരോധം പുനരാരംഭിച്ചതായി തന്നെ യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ വെല്ലുവിളി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.